ഭാര്യമാർക്കൊക്കെ അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങളൊരു യാത്ര പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക ഞാനിന്ന് വീട്ടിൽ പോകട്ടെ. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ച മറുപടി ഇവൻ ഉടനടി പൊയ്ക്കോ എന്ന് പറയുന്നതാണ്. പക്ഷെ ഇവൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ തിരിച്ചു ചോദിച്ചു, എന്താ പോകാൻ പറ്റാത്തത്? അപ്പോൾ ഇവൻ പറഞ്ഞു, നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാണ്? അപ്പം ഞങ്ങളും കരുതി ഇവനെന്താ പെട്ടെന്ന് ഇവളോട് ഇല്ലാത്തൊരു സ്നേഹം വന്നത്. അതിൽ അവളെ ഓപ്പോസിറ്റ് എന്ന് പറയാണ്, എന്ത് അങ്ങനെ പറയാൻ പറ്റുമോ, എനിക്ക് എൻ്റെ ഉമ്മാനും ഉപ്പാനെയൊക്കെ കാണാൻ പോതിയില്ലേ, ഇത് ഫുൾ ടൈം നിങ്ങളെ കൂടെ നിന്നാൽ മതിയോ? പക്ഷേ സത്യത്തിൽ അവൾ പറയാൻ ആഗ്രഹിച്ച ഉത്തരം എന്താണ്, ഞാൻ സ്വയം പോകൂക്ക എന്നുള്ളതാ. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനോട് ചോദിച്ചു, ഈ എന്തായിരുന്നു ഫസ്റ്റേ അവളോട് പോകാൻ പറയാത്തത്? പോകണം തന്നെയല്ലേ നിന്റെ ഉള്ളിൽ ആഗ്രഹം, കുറച്ചൊരു സ്വസ്ഥത സമാധാനം എന്താ ഇയും പ്രതീക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടിയാണ്, ജനൈസ ഒരൊറ്റ അടിക്ക് നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ എന്നോട് ചോദിക്കും, അതെന്താ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ പരിപാടി? അതെന്താ ഞാൻ ഇവിടുന്ന് പോകാഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ധൃതി? അതെന്താ അപ്പം ഞാൻ പോയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തത്? ഇങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇവർ ഇങ്ങോട്ട് ചോദിക്കും. ആ സമയം നമ്മൾ ഇവരെ ഫസ്റ്റേ നീ പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകൽ അവരുടെ ആവശ്യമായിട്ട് മാറിയത് കൊണ്ട് അവരെന്തായാലും പോകും. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞവർ ശ്രദ്ധിക്കുക, ഭാര്യ ഉടനടി വീട്ടിലേക്ക് പോകാൻ ഉള്ള ഒരു മെത്തേഡാണ്, ഭാര്യ ഞാൻ വീട്ടിലേക്ക് പോകട്ടെ ഇക്ക എന്ന് ചോദിക്കുമ്പോൾ നീ പോകണ്ട എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത്, നീ പൊയ്ക്കോ 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 എന്ന് കരുതിയിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഭാര്യ വീട്ടിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പും കാര്യങ്ങളും ഒന്നും നടക്കൂല, ഇവർ വീട്ടിൽ പോകൂല. കാരണം അത് അവർക്ക് ഡൗട്ട്ഫുൾ ഇതായിട്ടാണ് ഫസ്റ്റ് തന്നെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ കരുതും.